UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് പാണക്കാട് കുടുംബം വിട്ടുനിന്നത് വിവാദമായി മാറി. PK കുഞ്ഞാലിക്കുട്ടിയടക്കം മുസ്ലിം ലീഗ് നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തെങ്കിലും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തില്ല. തങ്ങൾ ഹജ്ജിന് പോയതിനാലാണ് കൺവെൻഷനിൽ പങ്കെടുക്കാതിരുന്നത്. എന്നാൽ പകരം പങ്കെടുക്കേണ്ട ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് ചർച്ചയ്ക്ക് ഇടയാക്കി. കൂടാതെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ KPCC അധ്യക്ഷൻ K സുധാകരനും യോഗത്തിൽ പങ്കെടുത്തില്ല. VD സതീശനും KC വേണുഗോപാലുമായുള്ള ഭിന്നതയാണ് വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് ആരോപണം ഉയരുന്നത്. ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടും അബ്ബാസ് അലി തങ്ങൾ കൺവെൻഷനിലേക്ക് എത്തിയില്ല. ജില്ലയിലെ മറ്റു പരിപാടികളിൽ അബ്ബാസ് അലി തങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു. അബ്ബാസ് അലി തങ്ങളെ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചതിൽ വീഴ്ചയുണ്ടായതാണ് വിട്ടുനിൽക്കാൻ ഇടയാക്കിയതെന്നാണ് സൂചന. അവസാന മണിക്കൂറിലാണ് അബ്ബാസ് അലി തങ്ങളെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്ന് ലീഗ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇതോടെയാണ് അബ്ബാസ് അലി തങ്ങൾ UDF കൺവെൻഷനിൽ പങ്കെടുക്കാതെ നേരത്തെ നിശ്ചയിച്ച പരിപാടികളിൽ പങ്കെടുത്തത്. അബ്ബാസ് അലി തങ്ങൾ തൃശൂരിലാണെന്നാണ് വിശദീകരണം. അബ്ബാസ് അലി തങ്ങൾ കൺവെൻഷനിൽ പങ്കെടുക്കാത്തത് മനഃപൂർവ്വമല്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടവും പ്രതികരിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ PV അൻവറിനെ UDFിൽ ഉൾപ്പെടുത്താൻ മുസ്ലിം ലീഗ് ഇടപെട്ടിട്ടും നടക്കാതെ പോയതിൽ ലീഗ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ടായെന്ന് വാർത്ത പുറത്തുവന്നിരുന്നു. ഇന്നലെ ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനം ഉയർന്നെന്ന റിപ്പോർട്ടുകളും പിന്നാലെ വന്നു. സതീശന്റേത് ഏകാധിപത്യ പ്രവണതയെന്നും PV അൻവർ പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി വഷളാക്കിയെന്നും മുസ്ലിം ലീഗിന് ഒരു കാലത്തുമില്ലാത്ത അവഗണനയാണ് കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നതെന്നും വിമർശനം ഉയർന്നെന്നായിരുന്നു പുറത്തുവന്നത്. എന്നാൽ അത്തരം ചർച്ച നടന്നില്ലെന്നാണ് കുഞ്ഞാലിക്കുട്ടി പിന്നീട് പ്രതികരിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറം ജില്ലയ്ക്കെതിരെ വലിയ ചതിപ്രയോഗം നടത്തിയ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. സ്വർണ്ണക്കടത്തിന്റെയും കള്ളപ്പണത്തിന്റെയും നാടാണെന്ന് പറഞ്ഞ് ഈ ജില്ലയെ അധിക്ഷേപിച്ചു. ഈ ചതിപ്രയോഗം മലപ്പുറത്തുകാർക്ക് മറക്കാനാവില്ലെന്നും ചതിയെന്ന വാക്ക് പ്രയോഗിക്കാൻ ഏറ്റവും യോഗ്യൻ മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇത്തരത്തിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് പാണക്കാട് കുടുംബം വിട്ടുനിന്നത് ഒരു വലിയ വിവാദത്തിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി അടക്കം മുസ്ലിം ലീഗ് നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. അതേസമയം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തില്ല. തങ്ങൾ ഹജ്ജിന് പോയതിനാലാണ് ഇത്തരത്തിൽ അവിടെ എത്താതിരുന്നത് എന്നാണ് വിശദീകരണം. അതേസമയം പങ്കെടുക്കേണ്ട മറ്റൊരാളായിരുന്നു പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. എന്നാൽ തങ്ങൾ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതാണ് വലിയൊരു ചർച്ചയ്ക്ക് ഇടയാക്കി മാറ്റിയത്.